മലപ്പുറം എടപ്പാളിൽ കെ.എസ്.ആർ.ടി.സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. പിക്കപ്പ് വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. പരിക്കേറ്റ ബസ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ ഭാഗത്തു നിന്നെത്തിയ കെ.എസ്.ആർ.ടി.സി ബസും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും പുലർച്ചെ കൂട്ടിയിടിക്കുകയായിരുന്നു. മുബഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങളുമായി. മുബഷീർ, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എന്താണ് അപകടത്തിന് കാരണം? മറ്റു വിവരങ്ങൾ? ശ്രുതി, ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ വെച്ചാണ് ഈ ഒരു വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ ഭാഗത്തു നിന്നും എത്തിയ കെ.എസ്.ആർ.ടി.സി ബസ്സും അതുപോലെ തന്നെ ഈ ഒരു റോഡിലൂടെ തന്നെ എതിർദിശയിൽ നിന്ന് വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും രക്ഷാ ദൗത്യത്തിന്റെയും ശ്രമം തുടരുകയാണ്. പുലർച്ചെ 4 മണി മുതൽ അദ്ദേഹം ആ നിലയിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ, അതായത് ഈ ഒരു ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10-ൽ താഴെ യാത്രക്കാരാണ് ആ ഒരു വാഹനത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് ഗതാഗതം ഏറെക്കുറെ അവിടെ സ്തംഭിച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ദേശീയപാത ആയതുകൊണ്ട് തന്നെ ദിനംപ്രതി 1000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ്. ആ നിലയിൽ ഗതാഗതം തടസ്സപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ആ ഒരു മേഖലയിൽ നിന്നും മാറ്റാനുള്ള തീവ്രമായ ശ്രമം തുടരുകയാണ്. ഈ ഒരു പിക്കപ്പ് വാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെയും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും തുടരുകയാണ്. ശ്രുതി. ശരി, മലപ്പുറം എടപ്പാളിലാണ് കെ.എസ്.ആർ.ടി.സിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.